ഏട്ടത്തിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക. ഏട്ടത്തി ആ യാദവിന്റെ ഒപ്പം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും തുടങ്ങിയത് മുഷിയുന്നത് എങ്ങനെയാ? 34 ഒരു 36 ഉണ്ടാവും. ഒന്ന് കൈ കിട്ടിയാലുണ്ടല്ലോ, ആ 36 ഞാൻ 38 കൊടുക്കും. അവക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്താ ചേട്ടാ നോക്കി നോക്കി കെട്ടിടം കത്തിക്കുവോ? ഞാൻ പിന്നെ എന്റെ കണ്ണ് കുത്തിപ്പൊടിക്കണോ? ഇത്രയും വലിയ കെട്ടിടം കാണുമ്പോ നോക്കി പോവില്ലേ? അതെ, ഒന്ന് നിക്ക്, ഒന്ന് നിന്നേ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണമായിരുന്നു. രവിയോട് പറഞ്ഞാൽ മതിയാവും, മേടിച്ചോണ്ട് വരും. പക്ഷെ എനിക്കിതിപ്പോ വേണ്ടതാ. രവി വൈകുന്നേരം അല്ലേ വരുള്ളൂ. ഞാൻ റെഡിയാക്കാം. ആ പിന്നെ വൈകിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആകും. നീ കാത്തിരിക്കണ്ട, നേരത്തെ കഴിച്ചോ. അതെ പാണ്ഡെ സാറേ, എന്തു പറ്റി ഈടായിട്ട് കാണാനില്ലല്ലോ? കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തമാശ കളിച്ചോണ്ടിരിക്കാനായിട്ടല്ലേ? ആ. ആ പിന്നെ നിങ്ങള് ഇന്ന് ഫ്രീ അല്ലേ? ഒരു കാര്യം ചെയ്യാം. ആ, എന്താന്ന് പറഞ്ഞോ? ഈ ഒരു ലിസ്റ്റ് ഉണ്ട്, ഇതിലെ സാധനങ്ങളൊന്ന് വാങ്ങിച്ചു കൊടുക്കാവോ? ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തോളാം. എന്റെ പാണ്ഡെ സാറേ, പൈസ ഒന്നും പ്രശ്നമല്ലെന്നേ. നിങ്ങൾ ഓടിപ്പോകാൻ പോകുന്നില്ലല്ലോ. ധൈര്യമായിട്ട് പൊക്കോ, ഞാൻ ഏറ്റു. പൊക്കോ. താങ്ക് യു കേട്ടോ. ആ അല്ല, നിങ്ങളെന്താ ഇവിടെ? അയ്യോ, നിങ്ങളിത്ര പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കത്തിയെടുത്തിട്ട് വന്നേക്കൊന്നുമല്ല നിങ്ങളെ കൊല്ലാനായിട്ട്. ദേ നിങ്ങളുടെ ലിസ്റ്റ്. എന്തെങ്കിലും സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കിയേക്ക്. ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഇപ്പൊ തന്നെ മേടിച്ചോണ്ട് വരാം. അങ്ങേരുത് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി കളഞ്ഞോ? അതിനിപ്പോ എന്താ പ്രശ്നം? അജയും ഞാനൊക്കെ ഒരുപോലെയല്ലേ? ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കുന്നു, നാളെ ഇതുപോലെ നിങ്ങൾ എന്നെ സഹായിക്കണം. ഗീവ് ആൻഡ് ടേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ശരി, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങള് വാങ്ങിച്ചോണ്ട് വന്നാ മതി. ഞാൻ അപ്പോഴേക്കും ഒരു ചായ ഇടാം. ദേ പോയി, ദാ വന്നു. ഏട്ടത്തി എന്നോട് ക്ഷമിക്കണം. ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നത്. ഇവിടെ ആരുമില്ലേ? ഇയാളിത് വീടിനകത്ത് കയറിയോ? ഇത്ര പെട്ടെന്ന് വന്നോ? ആ, എന്നാ സാധനങ്ങൾ പിടിക്കേ. ആ, പിടിക്കുന്നേ. അതെ, എനിക്കൊന്ന് മുള്ളണം. ബാത്റൂം എവിടെയാ? ബാത്റൂം ആ സൈഡിലാ. ആ,
വെറുതെ നോക്കാൻ പ്ലാനുള്ളോ അതോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഇതിന് ഞാൻ നിങ്ങൾക്ക് പെർമിഷൻ തരണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു പ്രോമിസ് തരണം. നമ്മൾ തമ്മിൽ ഇപ്പം എന്ത് നടന്നാലും അത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ആയിരിക്കും. പിന്നെ ഇക്കാര്യം നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ തരാം, നിങ്ങൾ എന്നെ എന്തായാലും വീണ്ടും വിളിക്കും. ഇയാളുടെ ഒപ്പം ഏട്ടത്തി ഒരു പ്രാവശ്യം ചെയ്യുമെങ്കിൽ എൻ്റെ ഒപ്പം ഏട്ടത്തിക്ക് പല പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഇന്ന് എനിക്ക് ശരിക്കും തൃപ്തിയായി. ഞാൻ വരട്ടെ. ഇതാരോടെങ്കിലും പറയാൻ നോക്കിയെന്ന് പോലും ഞാൻ അറിഞ്ഞ നേരെ റേപ്പ് കേസ് കൊടുത്ത് നിന്നെ അകത്തിടും ഞാൻ. മനസ്സിലായോ? ആ അനിയ, നീ എപ്പോ വന്നു? കുറച്ചേരം ഏട്ടത്തി ഏട്ടത്തി ബിസി ആയതുകൊണ്ട് ശല്യപ്പെടുത്തായിരുന്നതാ. അപ്പം മിക്കവാറും ഇവനെല്ലാം കണ്ടിട്ടുണ്ടാവും. ആ യാദവിന്റെ ഒപ്പം ഒരു അത്യാവശ്യ കാര്യം ചെയ്യാനുണ്ടായിരുന്നു. അല്ല, നീ എന്താ ഇത്ര നേരത്തെ? അതിന്ന് ലീവാണ്. ആ ശരി, എന്നാ നീ ഇരിക്കുക, ഞാൻ ഫുഡ് എടുത്തിട്ട് വരാം. ഇവനെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. ഈ പ്ലേറ്റിൽ പിടിച്ചാ മതി. മോന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? ചെറിയൊരു തലവേദന ഉണ്ട്. ആ കുഴപ്പമില്ല, എന്നാ കുറച്ച് പായസം കഴിക്കാൻ. ഏട്ടത്തി കുഴപ്പമില്ലെന്നേ. സോറി ഏട്ടത്തി, ഞാൻ വൃത്തിയാക്കിക്കോളാം. മോൻ വാ, ഞാൻ ഇന്ന് വൃത്തിയാക്കി തരാം. എന്തു പറ്റി? ഒന്നുമില്ല. ചെയ്യാൻ വന്ന കാര്യം പെട്ടെന്ന് തന്നെ ചെയ്യാന്നേ. ഏട്ടത്തിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്ക്. ഏട്ടത്തി ആ യാദവിന്റെ ഒപ്പം ഇതെന്താ ഡെയിലി ഒരേ ഫുഡാണല്ലോ? ഞാൻ ഇതുവരെ നിങ്ങളോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ ദേഷ്യം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ, നിന്റെ എല്ലാ കംപ്ലൈന്റും ഞാൻ തീർത്തരാം. നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണോടാ? നിന്റെ ഏട്ടത്തിയല്ലേ അവള്? ഛേ, എന്തു പറ്റി?
നാണക്കേട് തോന്നുന്നുണ്ടോ? എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഇങ്ങനൊക്കെ കാണിക്കാൻ മാത്രം നിനക്കിവിടെ എന്ത് പ്രശ്നമുള്ളത്? അതെനിക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ലെന്നോ? എങ്കിൽ ഞാൻ ഈ വീഡിയോ നിന്റെ പേരൻസിന് അയച്ചു കൊടുത്തേക്കാം. അയ്യോ വേണ്ട, അത് എനിക്കൊരു ജാതക ദോഷമുണ്ട്. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടും ആദ്യരാത്രി ആഘോഷിക്കാത്തോണ്ട്. എനിക്കറിയില്ലടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്കിൽ പിന്നെ നിന്റെ ഭർത്താവിന് വലിയ നാണായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് പെണ്ണിനൊന്ന് തൊടുക പോലും ചെയ്യാത്ത ആരാ ഉണ്ടാവാ? എനിക്ക് തോന്നുന്നു ഞാൻ വെർജിനായിട്ട് തന്നെ വിധവയാവുന്നു. ഇനി അങ്ങേര് വല്ല ഗേ ആണോ? അല്ല, അങ്ങേരെ പെരുമാറ്റമൊന്നും കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എടി, നിന്റെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓം ഹീം ക്രീം ചമുണ്ടായേ നമഃ. ഓം ഹീം ക്രീം ചമുണ്ടായേ നമഃ. നിന്റെ ഭർത്താവിന്റെ ദോഷങ്ങളെല്ലാം ഞാൻ ഇല്ലാണ്ടാക്കാം. നിന്റെ ഭർത്താവും നീയും തമ്മിലൊരു ബന്ധം ഉണ്ടാകാൻ നീ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായി വരും. സ്വാമി, ഞാൻ എന്താ ചെയ്യണ്ടേ? ഒരു വിശേഷ പൂജയുണ്ട്. നമുക്കൊരു യോനി ജാഗരണ ക്രിയ ചെയ്യേണ്ടി വരും. പക്ഷെ നീ ഒരു കാര്യം മറക്കരുത്, ഈ പൂജയെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റൊരാളും അറിയരുത്. നിന്റെ ഭർത്താവ് പോലും അറിഞ്ഞാൽ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കും. പിന്നെ നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും നിന്റെ ഭർത്താവുമായി ബന്ധപ്പെടാൻ സാധിക്കില്ല. ഒരിക്കലുമില്ല സ്വാമി, ഈ പൂജയെ പറ്റിയുള്ള വിവരം ഞാൻ ഒരിക്കലും ആരോടും പറയില്ല. പോയി കുളിച്ചിട്ട് വാ. ദിയ, ഇനി നീ ഇവിടെ നിൽക്കരുത്. പക്ഷേ സ്വാമി, അവള് എന്റെ ഫ്രണ്ടാ. എന്റെ ഫ്രണ്ടിന്റെ പ്രശ്നങ്ങളെല്ലാം എന്റെയും കൂടിയാ. അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല സ്വാമി. നീ ഇവിടെ നിന്നാ ഇത് വിധിപ്രകാരം നടത്താൻ പറ്റില്ല. ശരി സ്വാമി, നമസ്തേ. ഓം ഭീം ക്ലീം ചാമുണ്ടായ നമഃ. നീ കണ്ണടച്ചിട്ട് ഇവിടെ കിടന്നോളൂ. സ്വാമി, ഇതൊന്നും ശരിയല്ല. ഒരു കാര്യം പറയാം, ഈ പൂജ അങ്ങനെ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയാ നിന്റെ ഭർത്താവ് നിന്നെ തുടർന്നു പോയിട്ട് നിന്റെ നേരെ നോക്കുപോലുമില്ല. സ്വാമി, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? നിന്റെ ഭർത്താവിനെ ആകർഷിക്കാത്ത നിന്റെ ശരീരത്തിലെ അവയവം പൂജാവിധികളിലൂടെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്വാമി, സ്വാമി, ഇതെന്തൊക്കെയാ ഈ ചെയ്യുന്നേ? നിന്റെ ജീവിതകാലം മുഴുവൻ നിനക്ക് നിന്റെ ഭർത്താവിന്റെ സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പൂജയെ തടസ്സപ്പെടുത്താതെ പൂർണ്ണമാക്കാൻ സമ്മതിക്കണം. ഈ ബീജത്തിൽ ഒരു തുള്ളി മഞ്ഞളിട്ട് ചപ്പാത്തി ഉണ്ടാക്കി നിന്റെ ഭർത്താവിന് കൊടുക്കണം. വശീകരണ ചൂർണത്തിന് ഇത്തിരി കട്ടി കൂടുതലാ. സ്വാമി, ഇത് ചെയ്താ പിന്നല്ല ശരിയാവോ? ഇല്ല, നിന്റെ ഭർത്താവിന്റെ വികാരങ്ങൾ ഉണർത്താൻ വേണ്ടി 7 തവണ ഇതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ സ്വാമി, ഞാൻ 7 തവണ സ്വാമിയുടെ അടുത്ത് വരണോ? ഇല്ല, 7 വ്യത്യസ്ത ആളുകളുമായി ബന്ധപ്പെട്ടതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. ഇല്ല സ്വാമി, അതൊരിക്കലും നടക്കില്ല. അതൊക്കെ തെറ്റാണ്. എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പൂജ ഇവിടെ വെച്ച് നമുക്ക് ഉപേക്ഷിക്കാം. പക്ഷെ സ്വാമി, ഈ 7 പേരെ ഞാൻ എവിടെ പോയി കണ്ടെത്താനാ? ആ കൂട്ടത്തിൽ 2 പേരെ ഞാൻ തന്നെ നിനക്ക് ശരിയാക്കി തരാം. നാളെ നേരെ ഇട്ടുന്നതിന് മുമ്പ് 2 പേരെ കൂടെ നിനക്ക് കിട്ടിയിരിക്കും. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ കണ്ടുപിടിക്കുന്നത് നീ തന്നെ നേരിട്ട് ചെയ്യേണ്ടി വരും. ഇതെന്താ
ഇനി 3 ചപ്പാത്തിയും കൂടെ ഞാൻ തിന്നണം. എല്ലാ ചപ്പാത്തി ഒറ്റയ്ക്ക് തിന്ന് തീർക്കണം. കുഴപ്പമില്ല ഏട്ടാ, ചേട്ടന് പറ്റുന്ന അത്രേ കഴിക്കേ, ബാക്കി ഞാൻ കഴിച്ചോളാം. അല്ല രവി, അങ്ങനെ കഴിച്ചാ പറ്റുമോ? ഇത് ഫുള്ള് ചേട്ടൻ തന്നെ കഴിക്കണം. നിനക്കുള്ളത് ഞാൻ വേറെ ഉണ്ടാക്കി കൊണ്ടുവരാം. അപ്പം നീ ഇത്രയും നാൾ നീ ചപ്പാത്തി ഉണ്ടാക്കി തന്നതൊക്കെ നിനക്കെന്താ ഭ്രാന്താണോ? നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടി നീ എന്തൊക്കെ പ്രശ്നങ്ങളെ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വൈഷ്ണവി ദേവിയുടെ ക്ഷേത്ര ദർശനം കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് നേർച്ച ഉണ്ടായിരുന്നോണ്ടാ. ഇലക്ഷൻ കാരണം എനിക്ക് ലീവ് കിട്ടുന്നില്ലായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ അതുകൊണ്ട് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. അങ്ങനെ ഒരു നേർച്ചയുടെ കാര്യം എന്നോട് എന്താ പറയാതിരുന്നേ? അത് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ കളിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആ സ്വാമി പറഞ്ഞത് എനിക്കുള്ള ദോഷം കാരണം നിങ്ങൾ മരിച്ചു പോകുന്നായിരുന്നു. എടി, നിന്റെ ജാതകം നമ്മൾ നേരത്തെ നോക്കിച്ചല്ലേ, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ? തിന്നടാ പട്ടി നിന്റെ ചപ്പാത്തി, തിന്നടാ, തിന്ന്, എഴുന്നേക്കടാ. ഒരു പാവം പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച ഫ്രോഡ് തെണ്ടി. ഇനി നിന്നെ ലോക്കപ്പിൽ ഇട്ടിട്ട് പോലീസുകാർ ലാത്തിയോണ്ട് നിന്റെ പുറത്ത് പൂജ നടത്തൂടാ. എന്നെ വിട്ടേക്ക് സാറേ, ഇത്രയ്ക്ക് തല്ലിയതല്ലേ, ഞാൻ ഏതെങ്കിലും നാട്ടിലേക്ക് പൊക്കോളാം. നീ ഇനി പോകുന്നതേ വേറെ നാട്ടിലേക്കല്ല, ജയിലിലേക്കായിരിക്കും. മനസ്സിലാവും? ജയിലിലേക്ക്. മനസ്സിലാവടാ നാറി. അജയ്, പ്ലീസ് എനിക്ക് മാപ്പ് തരണം. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ അജയ്.